വണക്കം വന്ദന നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. വെൽക്കം ടു യു ആൾ ടു ട്രേഡർ ഓപ്ഷൻ ട്രേഡർ. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസർ അല്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. നമ്മളിവിടെ നിന്നാണ് തുടങ്ങുന്നത് അല്ലേ, എല്ലാവർക്കും അറിയാം. സോ നിഫ്റ്റി സ്പോട്ടിനും ഫ്യൂച്ചറിനും ഒരു 80 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി 180-200 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇതിന് മുന്നേ ലാസ്റ്റ് വീഡിയോയിൽ പോയി ചെക്ക് ചെയ്താൽ അറിയാം എത്ര ഡിഫറൻസാണ് അവിടെ ഉണ്ടായിരുന്നത്, ഇപ്പോഴെങ്ങനെയാണ് എന്നുള്ളത്. നിങ്ങൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് കമൻറ്റിൽ പോസ്റ്റ് ചെയ്യുക. ഈ ഡിഫറൻസാണ് നമ്മൾ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായത് ഈ ഓപ്ഷൻ സെല്ലർ ആദ്യം മനസ്സിലാക്കണം, ഞാനൊരു ഓപ്ഷൻ ബയറാണ്. അപ്പം ഓപ്ഷൻ സെല്ലറിൻ്റെ നമ്മുടെ ഓപ്പോണൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് ഓപ്ഷൻ സെല്ലറാണ്. അതാണ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മാർക്കറ്റിൽ നിൽക്കുന്നത്. അവർ 100 പോയിൻ്റ് അല്ലെങ്കിൽ ഒരു 200 പോയിൻ്റ് അവർക്ക് കിട്ടാനായിട്ട് ലക്ഷങ്ങളാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയും ഒരാഴ്ച കോൺട്രാക്റ്റ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഹോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഒരു 100-200 പോയിൻറ്റിന് അവർക്ക് ലാഭം കിട്ടാനാണ്. എന്നിട്ട് അത് കിട്ടുമ്പോഴത്തേക്കും അവർ ROI എന്ന് പറഞ്ഞ് നിറച്ച് യൂട്യൂബിൽ വീഡിയോയും മറ്റേ ഇതുമൊക്കെ കാണിക്കും, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അവർ പറയും എൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്ര പെർസെൻറ്റേജ് വെച്ച് അവർ സംസാരിക്കും. അവർ പോയിൻറ്റ്സ് വെച്ച് സംസാരിക്കില്ല. കാരണം ചില പോയിൻറ്റ്സ് വെച്ച് സംസാരിച്ചാൽ ഒന്നും കാണില്ല. 10 പോയിൻറ്റ് 20 പോയിൻറ്റ്, മനസ്സിലായില്ലേ? സോ നമുക്കതിലോട്ട് പോകണ്ട. നമ്മുടെ ടെലഗ്രാം ചാനലിൽ എന്താണ് നമ്മൾ സത്യസന്ധമായിട്ട് ചെയ്യുന്നത് എന്നുള്ളത് ടെലഗ്രാം ചാനലിൽ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ലൈവ് ഒബ്സർവേഷൻ അവിടെ ഇടുന്നുണ്ട്. ഇന്നലെ ഒരു ലാസ്റ്റ് 2:45 ഒരു സിഇയുടെ ഒരു കോള് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു സ്റ്റഡി പർപ്പസിനായിട്ട്. അതൊരു 60 പോയിൻറ്റോളം നമുക്ക് മുകളിലോട്ട് കിട്ടി. അത് വെറും ഒരു 15 മിനിറ്റ് കൊണ്ടാണ്. നമ്മൾ ഓപ്ഷൻ ബയറിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ വിത്തിൻ മിനിറ്റ്സ് ഒരു 100 പോയിൻറ്റ് ഈസി ആയിട്ട് ഗ്രാബ് ചെയ്യാൻ പറ്റും. ബാങ്ക് നിഫ്റ്റിയിലാണ് ഞാൻ ചെയ്യുന്നത്. അത് കുറച്ച് ദിവസമായിട്ട് ഞാൻ ചെയ്യുന്നത് അവിടെ ഒരു സ്റ്റഡി പർപ്പസിന് നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാനായിട്ട് ടെലഗ്രാം ചാനലിൽ ഇടുന്നും ഉണ്ട്. ഓക്കെ, പെട്ടെന്ന് തന്നെ കാര്യത്തിലോട്ട് പോകാം. അപ്പം ഇതാണ് ഇന്നത്തെ. അപ്പോൾ ഇന്നലത്തെ വീഴ്ച കണ്ടിട്ട് ഇന്ന് വലിയ ഗ്യാപ് ഡൗൺ ആയിരിക്കും, വലിയ ന്യൂസാണ്. ഇന്നലെ രാവിലെ നമ്മൾ ടെലഗ്രാമിൽ ഇട്ടിരുന്നു, ചാർട്ടൊന്നും ഇടുന്നില്ല. കാരണം വെച്ചാൽ ഇന്നലെ 1 നാഷൻ 1 ഇന്ത്യ 1 ഇലക്ഷൻ 1 ഇന്ത്യ 1 ഇലക്ഷൻ 1 നാഷൻ 1 ഇലക്ഷൻ എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഒരു വോട്ടിങ്ങിൻ്റെ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ട് മിനിഞ്ഞാന്ന് വിക്സ് ഒരു 10% അപ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൺക്ലൂഷനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റിയൊക്കെ പതുക്കെ താഴോട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റി. ചെറിയ റെഡ് ക്യാൻഡിലൊക്കെ വെച്ച് വരുന്നത് കാണാൻ പറ്റി. ഇന്നത്തെ ലെവൽസ് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഇതൊന്ന് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറാണ്. ഓക്കെ, ഇതാണ് നിഫ്റ്റി ഫ്യൂച്ചർ. ഓക്കെ, നമുക്ക് ഇന്ന് POC പോയിൻ്റ് ഓഫ് കൺട്രോൾ, നമ്മുടെ പ്രീമിയത്തിൻ്റെ പോയിൻ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് 100 മുതൽ 110 രൂപ വരയ്ക്കും നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, സോ 100 മുതൽ 110 രൂപ ഈ സ്ട്രൈക്ക് ലെറ്ററൊക്കെ വരുമ്പോൾ അതിൻ്റെ CEP എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് നോക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഗ്യാപ് ഡൗൺ ആയി 24,250 അല്ലെങ്കിൽ 24,200 അവിടെയൊക്കെ വരുമ്പോഴത്തേക്കും അത് PE ആണ് 110 കൂടുതൽ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അവിടെ PE സെല്ലേഴ്സ് ഇല്ല എന്നുള്ളതാണ് അർത്ഥം. താഴോട്ട് പോകാതിരിക്കണമെങ്കിൽ PE സെല്ലേഴ്സ് വേണം. PE സെല്ലേഴ്സ് എന്താ ചെയ്യുക? മാർക്കറ്റിനെ നിഫ്റ്റിയെ മുകളിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. CE സെല്ലേഴ്സ് നിഫ്റ്റിയെ അല്ലെങ്കിൽ ഏതാണോ അവർ ട്രേഡ് ചെയ്യുന്നത് അതിനെ താഴോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. ഇതാണ് സിമ്പിളായിട്ടുള്ള ലോജിക്ക്. സോ ഈ ലെവൽസ് മാർക്ക് ചെയ്തിടുക. ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണിത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ട് ഇതൊക്കെ മാർക്ക് ചെയ്തിടുക. ഇവിടെ 500 മുതൽ 515 ഇതാണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ. ഇത് ആരാണോ എവിടെയാണോ ബലമായിട്ട് നിൽക്കുന്നത് അതിനനുസരിച്ച് ട്രേഡുകളുള്ള ഓപ്പർച്യൂണിറ്റി നോക്കുക. പറ്റുമെങ്കിൽ എനിക്ക് ലൈവ് റെക്കോർഡൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഒഫീഷ്യലായിട്ട് വർക്ക് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും വർക്കിൻ്റെ ഇടയിലാണ്, ജോലി തിരക്കിലിടയ്ക്കാണ് ഈ ലെവലും കാര്യങ്ങളൊക്കെ ഒരു സ്റ്റഡിക്കായിട്ട് ടെലഗ്രാം ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നതും പറ്റുന്ന ദിവസം വീഡിയോ ഒക്കെ ഇടുന്നതും. നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ ഒരു ലൈവ് ട്രേഡിംഗ് സെഷൻ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ വയ്ക്കാവുന്നതാണ്. കണ്ടതിൽ നന്ദി, നമസ്കാരം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.